നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ലാലിഗയിൽ നടന്ന മത്സരത്തിൽ റയൽ ബെറ്റിസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് മയോർക്ക അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ റയൽ ബെറ്റിസിനു വേണ്ടി ബ്രസീലിയൻ സൂപ്പർ താരമായ വിറ്റോർ റോക്ക് കളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയായിരുന്നു. മത്സരത്തിൻ്റെ 70-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് റയൽ ബെറ്റിസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആംഗിളിനാണ് പരിക്കേറ്റിട്ടുള്ളത്. എത്ര കാലം അദ്ദേഹം കൃത്യമായി പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് റയൽ ബെറ്റിസ് അറിയിച്ചിട്ടില്ല. പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുറച്ചാഴ്ചകൾ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 2 ലാലിഗ മത്സരങ്ങൾ ഉടൻ തന്നെ റയൽ ബെറ്റിസ് കളിക്കുന്നുണ്ട്. സെപ്റ്റംബർ 26-ാം തീയതി ലാസ് പാൽമസിനെതിരെ കളിക്കുന്നുണ്ട്. സെപ്റ്റംബർ 29-ാം തീയതി എസ്പെനോളിനെതിരെ ഒരു മത്സരം അവർ കളിക്കുന്നുണ്ട്. ഈ മത്സരങ്ങളൊക്കെ തന്നെയും വിറ്റോർ റോക്കിന് നഷ്ടപ്പെടാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 4 ലാലിഗ മത്സരങ്ങളാണ് റോക്ക് റയൽ ബെറ്റിസിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. 1 ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം ലോണിൽ റയൽ ബെറ്റിസിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു FC ബാഴ്സലോണ അദ്ദേഹത്തെ കൊണ്ടുവന്നത്. പക്ഷേ ചാവിക്ക് കീഴിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചില്ല. ഹാൻസി ഫ്ലിക്കിൻ്റെ പ്ലാനുകളിലും അദ്ദേഹത്തിന് ഇടമില്ലായിരുന്നു. ഇതോടുകൂടിയാണ് അദ്ദേഹത്തിന് ലോൺ അടിസ്ഥാനത്തിൽ റയൽ ബെറ്റിസിലേക്ക് വരേണ്ടി വന്നത്. ഇവിടെ മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. അതിനിടെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.